പ്രശസ്തമായ നിമിഷങ്ങളിലെ സന്ധിക്കൽ, കുരിശിനോട് ചേർന്നുള്ള യാത്ര ഉത്തരാഫ്രിക്കയിലെ മനുഷ്യന്റെ ജീവചരിത്രത്തിന് വ്യത്യാസമുണ്ടാക്കി. തൻ്റെ മക്കൾ ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറി. തൻ്റെ കുടുംബം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട അറിയപ്പെട്ട കുടുംബമായി മാറി. പിൽക്കാലത്തെ എഫെസോസിലെയോ റോമിലെയോ ബിഷപ്പായി തൻ്റെ മക്കളിൽ ഒന്ന് മാറുവാനിടയായി. ഉത്തരാഫ്രിക്കയിലെ ഏതോ മണ്ണിൽ ഏതോ ശവപ്പറമ്പിൽ എരിഞ്ഞടങ്ങേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിത്യത മുതൽ ഈ ഭൗമ മണ്ഡലം വരെ തിരുത്തി കുറിക്കാനാവാത്ത ചരിത്ര സത്യമായി രൂപാന്തരപ്പെടുത്തിയത് ദൈവപുത്രനുമായുള്ള ആകസ്മികമായ കൂടിക്കാഴ്ചയാണ്. ഇന്ന് രാത്രിയിൽ അതേ ദൈവപുത്രൻ അഭിമുഖമായി കാണത്തക്കവണ്ണം, കരങ്ങൾ തൊടത്തക്കവണ്ണം, മാർവോട് ചേരത്തക്കവണ്ണം ഈ യോഗത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഹൃദയത്തിൽ ഉറപ്പുള്ള ദൈവമക്കളുടെ രണ്ട് കരവും ഇന്ന് രാത്രിയിലും ഉയർത്താണ്. ഇന്ന് രാത്രി ഉയർത്തിയ കരങ്ങൾ മാത്രമല്ല, അധരങ്ങളും ഇന്ന് രാത്രി ഉയരണം. എവിടെയെല്ലാം ദൈവപുത്രൻ ആരാധന കൊടുത്തിട്ടുണ്ടോ ആ ആരാധനയിലെല്ലാം ഹൃദയം നിലമ്പാട് വീണ് അധരങ്ങൾ ബഹുപുരുഷാരത്തിന്റെ ശബ്ദധോരണികളോട് അത്യുച്ചത്തിൽ ബഹുപുരുഷാരത്തിന്റെ ശബ്ദം പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ ആ ശബ്ദം ഉയരുവാൻ യോഗ്യനായവൻ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ ഒരു ശബ്ദം, അവിടുത്തെ ഒരു സ്പർശനം, അവിടുത്തെ ഒരു സാന്ത്വനം ഇന്ന് രാത്രിയിൽ എൻ്റെ മാത്രമല്ല, എൻ്റെ തലമുറയായുള്ള ചരിത്രത്തിന് ഇന്ന് രാത്രി വ്യത്യാസം കുറിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ചവർ അല്പസമയം നൽകാവുന്ന മെച്ചപ്പെട്ട ശബ്ദത്താൽ സ്തോത്രം പറഞ്ഞു, നൽകാവുന്ന മെച്ചപ്പെട്ട ശബ്ദത്താൽ ഹല്ലേലൂയ പറഞ്ഞു, നൽകാവുന്ന മെച്ചപ്പെട്ട ശബ്ദത്താൽ അന്യഭാഷ പറഞ്ഞു, നൽകാവുന്ന മെച്ചപ്പെട്ട ശബ്ദത്താൽ ഇന്ന് രാത്രിയിൽ ആരാധന അർപ്പിച്ച് ഒരു സ്തോത്രം കൊണ്ട് നിർത്താനാണ് ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ചുള്ള വെളിപ്പാടെങ്കിൽ ഒരു സ്തോത്രം കൊണ്ട് നിർത്തിയാൽ മതി. ഇന്ന് രാത്രിയിൽ ആകാശ സീമകളിൽ ഉയരുവോളോ ശബ്ദമുയർത്തുവാൻ അധരങ്ങളിൽ കൃപ പ്രാപിച്ചവർ ശബ്ദമടക്കിയിരിക്കാതെ കരങ്ങൾ ചലിപ്പിക്കുവാൻ കൃപ പ്രാപിച്ചവർ, കരങ്ങൾ ചലിപ്പിച്ച് കരങ്ങൾ ചേർത്തടിക്കുവാൻ കൃപ പ്രാപിച്ചവർ ഇന്ന് രാത്രിയിൽ കരങ്ങൾ ചേർത്തടിച്ച് ഈ ഗ്രൗണ്ടിനെ ആരാധനയുടെ ആഘോഷമായി, ഈ ഗ്രൗണ്ടിലെ മഹത്വം ഇറങ്ങി വരുന്ന നിമിഷങ്ങളായി, ഈ ഗ്രൗണ്ടിനെതിരെ വാഴുന്ന ദുഷ്ടശക്തികളെ, നിങ്ങൾക്കെതിരെ വാഴുവാൻ ശ്രമിക്കുന്ന സകല ശക്തികൾക്ക് നേരെ അഭിഷേകത്തിന്റെ പോർവിളിയുടെ ആരവത്തോടുകൂടെ രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ സ്തുതി പറയുന്നെങ്കിൽ ഈ നാലാം സന്ധ്യ ജയത്തിന്റെ സന്ധ്യയാണ്. ഈ നാലാം സന്ധ്യ ഉത്സവത്തിന് ആരവാരത്തിന്റെ സന്ധ്യയായി മാറും. കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. തത്തട്ടിൽ ദൈവപുത്രനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അരിഞ്ഞു വീഴ്ത്താൻ പാകത്തിൽ ദൈവശക്തി ഇവിടെ ചലിക്കുകയാണ്. തത്തട്ടിൽ ദൈവപുത്രനെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷത്താൽ ജനങ്ങൾ പിടിക്കപ്പെടുവാൻ പോകുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിലെ ഒട്ടും അപരിചിതമല്ലാത്ത ഒരു ഭാഗത്ത് നിന്ന് ഒരു വചനം വായിച്ച് ദൈവത്തിന്റെ ആത്മാവിന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിന് വേണ്ടി ഒരുക്കി ദൂത് പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടും. 4-ാം സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വചനം വായിച്ച് ഇന്ന് രാത്രിയിൽ വചനധ്യാനത്തിനായി തുടർന്നുള്ള അവസരങ്ങളെ നമുക്ക് ചെലവഴിക്കാം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെടുത്തപ്പെടേണ്ടത്
ഒരൊറ്റ മനുഷ്യന്റെയും മഹത്വമല്ല, ഈ ഗ്രൗണ്ടിൽ യേശുവിന്റെ മഹത്വം വെളിപ്പെടണം. ഇന്ന് രാത്രിയിൽ എന്റെ വിഷയത്തിന്റെ മേൽ യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് ഹൃദയത്തിൽ വാഞ്ചയോടുകൂടെ കാത്തിരുന്നാൽ, മഴമേഘങ്ങൾ പെയ്തിറങ്ങി ജനം കുറഞ്ഞെന്ന് നമുക്ക് തോന്നുന്ന ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിപ്പാൻ പാകത്തിൽ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന നമുക്ക് വേണ്ടി യേശുവിന്റെ മഹത്വം വെളിപ്പെടും. Praise the Lord. The glory of Jesus. യേശുവിന്റെ മഹത്വം. ലോകത്തിലെ ഏറ്റവും വാചാലനായ പ്രസംഗകനും സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ കൈവശമുള്ളതായ എഴുത്തുകാരനും ലോകത്തിലെ ഏറ്റവും മികച്ച ആളത്വത്തിനും ഏത് ഭാഷയ്ക്കും ഏത് വ്യാകരണത്തിനും വിശദീകരിക്കുവാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ളതാണ് യേശുവിന്റെ മഹത്വം. Praise the Lord. ഭാഷകൾ യേശുവിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ ലജ്ജിതരായിത്തീരും. യേശുവിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ ഏറ്റവും വാചാലനായ മനുഷ്യന്റെ വാക്കുകളും പരിമിതമായി മാറും. ഭാഷയ്ക്കും മാനുഷിക ചിന്തകൾക്കും അതീതമാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ മഹത്വം. അത് വർണ്ണനയ്ക്ക് അതീതമാണ് എന്ന് ഞാൻ പറയുവാൻ കാരണം, ഇന്ന് വരെയും ആ മഹത്വം ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് ഒരു മനുഷ്യനും കാണുവാൻ അനുവാദം ലഭിച്ചിട്ടില്ല. ദൈവിക സൃഷ്ടികളിൽ ദൈവത്തോടടുത്ത സാമീപ്യം പുലർത്തുന്ന ഒരു ദൂതനും ഒരു കെറൂബും ഒരാത്മലോകത്തിലെ ജീവിയും ദൈവത്തിന്റെ മഹത്വം അവരുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ അനുവാദം ലഭിച്ചിട്ടില്ല. ദൈവത്തെ ആരാധിക്കുന്ന നിരന്തര ആരാധകരായ ദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവർ പറക്കുന്നു രണ്ട് ചിറകുകൾ കൊണ്ട്, കാലുകൾ മൂടുന്നു രണ്ട് ചിറകുകൾ കൊണ്ട്. പക്ഷേ അവർ മുഖവും കണ്ണും തുറന്നല്ല ആരാധിക്കുന്നത്, അവർ മുഖം മൂടിയാണ് ആരാധിക്കുന്നത്. അവർ മുഖം മറച്ചാണ് ആരാധിക്കുന്നത്. കാരണം ദൈവത്തിന്റെ മഹത്വം അതിന്റെ ദൃശ്യമായ നിലയിൽ, അതിന്റെ മുഴുവൻ ആശ്ചര്യമായ നിലയിൽ കൺപുടങ്ങളിലും മുഖതലങ്ങളിലും ആളത്വങ്ങളിലും പ്രതിഫലിച്ചാൽ പിന്നെ ആളത്വത്തിന് സ്ഥാനമില്ല എന്ന് സ്വർഗത്തിന് തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് ആ മഹത്വം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ ഇന്ന് വരെ ഒരു സൃഷ്ടിക്കും അനുവാദം ലഭിച്ചിട്ടില്ല. ആത്മലോകത്തിലെ ജീവികൾക്ക് ലഭിച്ചിട്ടില്ല, ഭൗമമണ്ഡലത്തിലെ ജീവികൾക്കും അനുവാദം ലഭിച്ചിട്ടില്ല. ഒരു മനുഷ്യനും ഈ മഹത്വത്തിന്റെ ഒരംശം ഇതുവരെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് ആരും കണ്ടിട്ടില്ലെങ്കിലും